പുണർന്ന നക്ഷത്രം. നിങ്ങൾ ഒരു കാര്യം മാർച്ച് മാസത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, നിങ്ങൾ എത്ര തവണ മാർച്ച് മാസത്തിൽ വീണിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ ഒരാൾ തന്നെയാണ്. മാർച്ച് മാസം നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഒരു ചെറിയ ലക്ക് ഏപ്രിൽ മാസത്തിൽ കാണുന്നുണ്ട്. പുണർന്ന നക്ഷത്രക്കാർ പൊതുവേ എല്ലാവരും പറയുന്നത് ഭയങ്കര കൈൻഡ് കൂടുതലാണ്, കാമാണ്, നല്ല പോസിറ്റീവാണ്. പക്ഷെ ആരും പറയാത്തൊരു ഇടൻ ട്രൂത്ത് ഉണ്ട്. നല്ല റീബർത്ത് എനർജിയാണ്, അതായത് പുനർജനിക്കാനുള്ള കഴിവ് നല്ല കൂടുതലാണ്. നിങ്ങൾക്ക് എത്ര സെറ്റ് ബാക്ക് വന്നാലും വീണ്ടും ഉദിച്ചുയരാൻ നിങ്ങൾക്ക് കഴിയും. വിട്ടുകൊടുക്കുന്ന മനോഭാവമാണ്. നിങ്ങളെ ഹേർട്ട് ചെയ്തവരെ നിങ്ങൾ വിട്ടുകൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ കഴിവില്ലാത്തവനാണ് എന്ന് പറയാനും സാധ്യത വളരെ കൂടുതലാണ്. ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങൾ ഒരേ തെറ്റന്നെ വീണ്ടും ആവർത്തിച്ചും കൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾ സൈലന്റ് ആണ്. നിങ്ങളുടെ സ്ട്രെങ്ത് മിണ്ടാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടുതലാണ്. നിങ്ങൾ വീക്കായിട്ട് തോന്നും, പക്ഷെ ഉള്ളിൽ നല്ല സ്ട്രോങ് തന്നെയാണ്. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഓവറായിട്ട് ട്രസ്റ്റ് ചെയ്യും മറ്റുള്ളവരെ നന്നായിട്ട് വിശ്വസിക്കും. എന്നാൽ നിങ്ങൾ തനിയെ സാക്രിഫൈസ് ചെയ്യും. ആളുകളെ ഈസിലി നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ പരമാവധി ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനും പറ്റും. നല്ല പോസിറ്റീവായിരിക്കും. നിങ്ങളുടെ ഗിഫ്റ്റ് എന്താ വെച്ചാൽ ലൈഫ് വീണ്ടും റീസെറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ട്. മാർച്ച് മാസത്തിൽ പുണർന്ന നക്ഷത്രക്കാർക്ക് ഒരു റിപ്പീറ്റഡ് പ്രോബ്ലം മന്ത് തന്നെയായിരുന്നു. കരിയറിൽ തന്നെ ഒരേ പ്രശ്നം തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടിരുന്നു. ഡിലേ വന്നു, ഫ്രസ്ട്രേഷൻ അതുകൊണ്ട് ഉണ്ടാവും. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ സ്റ്റേബിൾ തന്നെയായിരുന്നു ഇൻകം, പക്ഷെ സേവിങ്സ് കുറച്ച് കുറവായിരുന്നു. ഒരു ചെറിയ അൺഎക്സ്പെക്റ്റഡ് ചിലവ് വന്നിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ ഇതേ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും. ചിലയിടത്ത് ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടാവും. സെയിം ആളുകളാൽ നിങ്ങൾക്ക് വീണ്ടും വേദനിക്കേണ്ടി വന്നിട്ടുണ്ടാവും. എന്തുകൊണ്ട് ഇതെല്ലാം റിപ്പീറ്റ് ആകുന്നു എന്നിങ്ങനെ കുറേ ചിന്തിച്ചിട്ടുണ്ടാവും. ചിന്തിക്കാൻ മാത്രമല്ല കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ മൊത്തത്തിലൊരു ക്ഷീണം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഹോപ്പ് കുറയാനും നിങ്ങൾക്ക് നന്നായിട്ട് തുടങ്ങി. മാർച്ച് നിങ്ങളെ മെൻ്റലി നല്ല എക്സോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഏപ്രിൽ മാസത്തിൽ കുറച്ച് ലക്ക് നിങ്ങൾക്ക് എന്തായാലും ഉണ്ട്. പുതിയ ഓപ്പർച്യൂണിറ്റി ജോലിയിൽ നിന്ന് കാണുന്നുണ്ട്. ജോബ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്, അതായത് ഉള്ളത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിലേ എന്തായാലും ക്ലിയർ ആവും. നിങ്ങൾ എവിടെ നിന്നോ അവിടുന്ന് മൂവ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യലി ഇമ്പ്രൂവ്മെൻ്റ് ആവും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഗെയിൻ നിങ്ങൾക്കുണ്ടാവും. പഴയ പെൻഡിങ് മണിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ കടം കൊടുത്തതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് ചോദിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും എഡ്യൂക്കേഷനിൽ, വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ നല്ലതായിട്ട് ഫോക്കസ് ചെയ്യണം. എന്നാൽ മാത്രമേ എക്സാമിന് ബെറ്റർ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. കോൺഫിഡൻസ് എന്തായാലും കൂടും. റിലേഷൻഷിപ്പിലായാലും പ്രണയത്തിലായാലും ഏപ്രിലിൽ ബിഗ്ഗസ്റ്റ് ചാൻസ് കിട്ടും. റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും ഏപ്രിലിൽ ഒരു വലിയൊരു ചാൻസ് ഉണ്ട്. ടോക്സിക് ആളുകൾ ലൈഫിൽ നിന്ന് കുറച്ച് അകലാൻ തുടങ്ങും. അകന്നാൽ അവരെ പോയിട്ട് തേടി പിടിക്കാൻ നിൽക്കണ്ട. ജെന്യൂൻ ആളുകൾ എന്തായാലും കൂടെ നിൽക്കും. ചിലർക്ക് പുതിയ പോസിറ്റീവ് ലവ് എൻട്രി ഒക്കെ ഉണ്ടാവും. അതൊരു കുറച്ച് സമാധാനപരമായിട്ട് റിലേഷൻ ആയിരിക്കും. സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അത് അപ്പം തന്നെ വിട്ടുപോകുന്നതായിരിക്കും നല്ലത്. ബിസിനസ്സിൽ എന്തായാലും ഗ്രോത്ത് എന്തായാലും ഉണ്ട്. പുതിയ ഐഡിയാസ് എന്തായാലും വരും. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാനും അത് ചെയ്യാനൊന്നും എന്തായാലും പറ്റിയെന്ന് വരില്ല. ലാഭം ഉണ്ടാവുന്ന ബിസിനസ് തന്നെ ആയിരിക്കും ആ ഐഡിയ. ഏപ്രിലിൽ നിങ്ങളുടെ ഭാഗ്യം കുറച്ച് ആക്ടിവേറ്റ് ആവും. അതുകൊണ്ട് ചെറിയ എഫേർട്ട് പോലും വലിയ റിസൾട്ട് തരും. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരും. നിങ്ങൾക്കത് ഫീൽ ആവും. ലൈഫ് ചേഞ്ച് ആകുന്നു എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഏപ്രിലിൽ ഉണ്ടായി തുടങ്ങും. പക്ഷെ ഒരു കാര്യമുണ്ട്, പഴയ മിസ്റ്റേക്കുകൾ വീണ്ടും ആവർത്തിക്കരുത്. പഴയ ആളുകളെ തന്നെ വീണ്ടും വിശ്വസിക്കരുത്. ഈ ചാൻസ് മിസ്സാക്കരുത്. ഇത് റയർ തന്നെയാണ്. ഏപ്രിൽ അവസാനം നിങ്ങൾക്കൊന്ന് ഫൈനലി ഞാൻ ട്രാക്കിലേക്ക് വന്നു എന്ന് ഞാൻ പലപ്പോഴും പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ കൂടുതൽ വരാറുണ്ട്. അത് ഞാൻ പറയാണ്ട് വന്നു പോകുന്നതാണ്. അതിൻ്റെ മലയാളം സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അത് ആ സമയത്ത് എനിക്ക് വരുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് വിളിക്കാവുന്നതുമാണ്.